പ്പെടുകയും അവിടുത്തെ അംഗങ്ങളായി തീരുകയും അങ്ങനെ നാം സ്വീകരിക്കുന്നതെന്തോ അതായി തീരുകയും ചെയ്യും. കണ്ടോ, അങ്ങനെ നാം സ്വീകരിക്കുന്നതെന്തോ അങ്ങനെ അതെന്തോ അതായി തീരുകയും ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾ ദൈവാലയത്തിൽ കേൾക്കുന്ന വചനം ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? ഓരോ ദിവസവും നിങ്ങൾ ദൈവാലയത്തിൽ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരമാണ്. കണ്ടോ, നമ്മൾ ഈ വചന പഠനം അല്ലെങ്കിൽ വചന പഠനമല്ല, ലിറ്റർജിയിൽ ദൈവാലയത്തിൽ വായിക്കുന്ന വചനഭാഗങ്ങൾ, അപ്പോൾ അതെന്താണെന്ന് അന്നന്ന് വേണ്ടുന്ന ആഹാരമാണ്. മനസ്സിലായി? ഇത് ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോ ദിവസവും നിങ്ങൾ ദൈവാലയത്തിൽ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരമാണ്. നിങ്ങൾ കേൾക്കുകയും പാടുകയും ചെയ്യുന്ന ഗാനങ്ങൾ നിങ്ങൾക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരമാണ്. കണ്ടോ, നിങ്ങൾ കേൾക്കുന്ന അന്നന്ന് കേൾക്കുന്ന ഗാനങ്ങൾ തിരുക്കർമ്മങ്ങളിൽ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈശോൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഗാനാലാപനം നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗാനാലാപനം. എന്താ? നിന്റെ മുഖം വാടിയാൽ പാടാമോ? അങ്ങനെ പാടാമോ? അങ്ങനെ പാടാമോ? പാടാമോ അങ്ങനെ? അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ ഞാൻ ഇപ്പോഴറിയണേ നിങ്ങൾ പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. അപ്പോൾ യേശു ക്രിസ്തു അവൻ്റെ പീഡാനുഭവം, അപ്പോൾ സ്തോത്രയാഗ പ്രാർത്ഥന എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അനാഫ്രേ. അപ്പോൾ അവിടെ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എന്നുള്ളത് 4ാമത്തെ രഹസ്യം. 5ാമത്തത് ഉദ്ധാനം. 8 രഹസ്യങ്ങളിൽ 4 പീഡാനുഭവം കുരിശുമരണവും, 5 അവൻ്റെ ഉദ്ധാനം. അപ്പോൾ ഈ അവസ്ഥകൾ കഴിഞ്ഞിട്ടുള്ള യേശുവാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നേക്കണേ. ഇപ്പം നമ്മൾ ഒരു കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ നമ്മ അതിനുള്ള ആഹ്ലാദത്തിലായിരിക്കില്ലേ? മനസ്സിലായോ? ദുഃഖത്തിലായിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചതിന് ശേഷം നമ്മൾ മുഖം പാടിയിരിക്കണവരാണോ? മനസ്സിലായോ? അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നേക്കണേ. അപ്പോൾ എന്ത് പാടണമെന്ന് സിനഡ് തീരുമാനിച്ചിട്ടുണ്ട്, തക്സയിൽ എഴുതിയിട്ടുണ്ട്. അതേ പാടാൻ പാടുള്ളൂ. പക്ഷേ അത് വൈദികർ നമുക്ക് പറഞ്ഞു തരാറില്ല. ഗാനാലാപനം നടത്തുന്ന അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇനി അങ്ങനെ ശ്രമിച്ചോ, അങ്ങനെയെന്നല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള പാട്ടുകളുണ്ട്, ദിവ്യകാരുണ്യത്തെ, മനസ്സിലായോ? അതൊക്കെ ഉണ്ട്. ഇപ്പം ഇതിലെഴുതിയിട്ടുണ്ട്. ഇപ്പം അതേപോലെ തന്നെ സ്തോത്രയാഗ അനാഫ്രേ സമയത്ത് വൈദികൻ മാത്രം ഉച്ചരിക്കാവുന്ന പ്രാർത്ഥനാ ഭാഗത്തിൻ്റെ അവിടെ കീബോർഡ് വായിക്കാൻ പാടില്ല. നമ്മ ആഘോഷപൂർവമായ കുർബാന, പ്രത്യേകിച്ച് വിവാഹം എന്ന കൂദാശയിൽ, അത് വൈദികനും ഗാനാലാപനം നടത്തുന്നവരും കൂടി ചർച്ചയാണ്.